എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. PM കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവർ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുവാനുള്ളത്. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും മൊബൈൽ ഉപയോഗിച്ചും എങ്ങനെ ചെയ്യാമെന്നതിൻ്റെ 2 വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്കുകൾ മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. PM കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു സംശയം, അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്തവർ കതിർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കതിർ രജിസ്ട്രേഷൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ്. കതിർ രജിസ്ട്രേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതേസമയം അഗ്രിസ്റ്റാക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതുമാണ്. കർഷകർ ഈ 2 രജിസ്ട്രേഷനും ചെയ്യേണ്ടുന്നതാണ്. എന്നാൽ PM കിസാൻ ഗുണഭോക്താക്കൾ കതിർ രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ആനുകൂല്യം കിട്ടൂ എന്ന് നിർബന്ധമില്ല. എങ്കിലും ചെയ്തിടുന്നത് നല്ലത് തന്നെയാണ്. അതേസമയം PM കിസാൻ ഗുണഭോക്താക്കളെല്ലാം അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യണം. ഭാവിയിൽ എയിംസ് രജിസ്ട്രേഷന് പകരം കതിർ രജിസ്ട്രേഷനായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കതിർ രജിസ്ട്രേഷൻ്റെ ആപ്പും പോർട്ടലും വഴിയൊക്കെ ആയിരിക്കും പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സംശയം, PM കിസാൻ ഗുണഭോക്താക്കൾക്ക് മാത്രമേ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനും കതിർ രജിസ്ട്രേഷനും ഒക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനും കതിർ രജിസ്ട്രേഷനും എല്ലാ വിഭാഗം കർഷകർക്കും ചെയ്യാവുന്നതാണ്. PM കിസാൻ ആനുകൂല്യം ലഭിക്കാത്തവർക്കും ഇതേ പ്രോസസ്സ് തന്നെയാണ് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ളത്. വീഡിയോകൾ കണ്ട് നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി വീഡിയോ ഭാഗങ്ങളിലേക്ക് വന്ന് കുറച്ച് സംശയങ്ങളൂടി നോക്കാം. ഇവിടെ ഐഡൻറ്റിഫയർ നെയിം എന്താണ് കൊടുക്കേണ്ടതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഐഡൻറ്റിഫയർ ടൈപ്പ് എന്നുള്ളത് സൺ ഓഫ്, മദർ ഓഫ്, ഫാദർ ഓഫ്, ഡോട്ടർ ഓഫ് എന്നുള്ള ഓപ്ഷൻസ് അവിടെയുണ്ട്. അതിലൊന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ഫാർമറുമായിട്ടുള്ള റിലേഷനാണ് ഐഡൻറ്റിഫയർ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐഡൻറ്റിഫയർ നെയിം എന്നുള്ളിടത്ത് ഫാർമറുടെ ഇനിഷ്യൽ ഉണ്ടാകും. ആ ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷൻ കൊടുത്താൽ മതിയാകും. ഒട്ടുമിക്ക പ്രോസസ്സുകളിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി വരുന്നതാണ്. പക്ഷേ ചിലതിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി വരില്ല. അങ്ങനെയുള്ളവരുടെ നമ്മൾ ആ ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ കൊടുക്കണം. ഐഡൻറ്റിഫയർ നെയിം സാധാരണ ആധാറിലൊക്കെ കൊടുത്തിട്ടുള്ള എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. മലയാളത്തിൽ ലോക്കൽ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. ഫാർമറുടെ പേരും അതേപോലെ ഐഡൻറ്റിഫയറുടെ പേരും മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ എന്നുള്ളിടത്ത് അഗ്രികൾച്ചറും റവന്യൂവും നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റവന്യൂ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അഗ്രികൾച്ചർ കാണുന്നില്ല, റവന്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ റവന്യൂ തന്നെ കൊടുത്തു പോയാൽ മതിയാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫെച്ച് ഡീറ്റെയിൽസ് കൊടുത്ത് ലാൻഡ് ഡീറ്റെയിൽസ്, സർവേ നമ്പരും ബ്ലോക്ക് നമ്പരും ഒക്കെ കൊടുത്ത് ഫെച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കുടെ പേരിൽ, ആ കർഷകൻ്റെ പേരിൽ എത്ര കൃഷിഭൂമി ഉണ്ടോ അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇതെല്ലാം നമ്മൾ ആ ടിക്ക് മാർക്ക് കൊടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുക തന്നെ വേണം. ഇവിടെ ഒരെണ്ണം കൊടുക്കാതെ പോവുകയും പിന്നീട് അത് കൊടുക്കാനായിട്ട് വീണ്ടും ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റിൽ സേവ് കൊടുക്കുമ്പോൾ വൺ ഓഫ് ദ ഓക്കുപേഷണൽ ഡീറ്റെയിൽസ് നോട്ട് ഫൗണ്ട് വിത്ത് അവർ റെക്കോർഡ്സ് എന്നൊക്കെ എഴുതി കാണിക്കുമല്ലോ. നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. അത് നമ്മളിങ്ങനെ ഒരിക്കൽ സബ്മിറ്റ് കൊടുത്ത് അതിനുശേഷം വീണ്ടും വന്ന് ഇത് തിരുത്താനൊക്കെ ശ്രമിച്ചതിന് ശേഷം സേവ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ കറക്റ്റായിട്ടുള്ളത് കൊടുത്തു പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഓക്കുപേഷണൽ ഡീറ്റെയിൽസിൽ അഗ്രികൾച്ചറും ലാൻഡ് ഓണിങ് ഫാർമറും ഉണ്ട്. 2 കൊടുത്തു പോകാം, അല്ലെങ്കിൽ 1 കൊടുത്തു പോകാം. അത് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് 2ഉം ഓട്ടോമാറ്റിക്കായിട്ട് ടിക്കായാണ് വരുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മറ്റൊരു പ്രശ്നം, നമ്മളെല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് മുകളിൽ കാറ്റഗറിയൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് വന്നതിന് ശേഷം സേവ് കൊടുക്കുമ്പോഴും മുകളിൽ ഇതുപോലെ വൺ ഓഫ് ദ പ്രൈമറി റെക്കോർഡ്സ് നീഡ് ടു ബി സെലക്റ്റഡ് എന്ന് വീണ്ടും കാണിക്കുകയാണ്. ഇത് നമ്മൾ എല്ലാം ശരിയായി കൊടുത്തിട്ടും ഇങ്ങനെ തന്നെ കാണിക്കുകയാണെങ്കിൽ ചെയ്യാൻ കഴിയുന്നത്, ഇവിടെ ഈ സേവ് എന്നുള്ള ബട്ടൺ തുടർച്ചയായി പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയായി വരാം. എന്നിട്ടും ശരിയാവില്ലെങ്കിൽ കൃഷിഭവനെയാണ് സമീപിക്കേണ്ടുന്നത്. നമുക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ, ഈ KYC ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ, ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ കൃഷിഭവനെ സമീപിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതേസമയം നമ്മൾ KYC ചെയ്തതിന് ശേഷം കൃഷിഭവനെ സമീപിച്ചാൽ അവർക്കതിൽ എഡിറ്റ് ചെയ്യാനും ഒന്നും സാധിക്കില്ല എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഒരിക്കൽ KYC ചെയ്താൽ പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ അപ്രൂവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വെബ്സൈറ്റിൽ എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡേഷൻ നടത്തി എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ പെൻഡിങ് എന്ന് ആണ് കാണിക്കുന്നത്.
ഒക്കെ കഴിഞ്ഞ് ആദ്യം റവന്യൂവിലും പിന്നീട് കൃഷിഭവനിലും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലും വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് അപ്രൂവൽ ആയതിനു ശേഷം അപ്രൂവൽ ആകാതെ റിജക്റ്റഡ് എന്നോ മറ്റോ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ള ബട്ടൺ സൗകര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സംശയം, നമ്മൾ അവസാനം എടുക്കുന്ന പ്രിൻറ്റിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ കോളം ബ്ലാങ്കായി കിടക്കുന്നു എന്നുള്ളതാണ്. പല വീഡിയോയിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് PM കിസാൻ ആനുകൂല്യമൊക്കെ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം വഴി DBT സിസ്റ്റം വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആധാർ ഏത് ബാങ്കിലാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് ആനുകൂല്യം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറിന് ഇവിടെ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.